ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലെ മറ്റു മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകളൊഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി ബെറ്റർ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ എല്ലാ ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. S&P 500 പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിരുന്നു വെള്ളിയാഴ്ച. അതേസമയം ഏഷ്യയിൽ ഇന്ത്യ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. വെള്ളിയാഴ്ച നമ്മളെ സംബന്ധിച്ച് സ്ലൈറ്റ് വൊളാറ്റിലിറ്റി ഉണ്ടായിരുന്നു. മൈനർ ലോസോട് കൂടിയാണ് നമ്മുടെ ഇൻഡെക്സുകൾ ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ്, സിൽവർ, കോപ്പർ ഈ 3 കമോഡിറ്റികളും പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ ഗോൾഡ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $4,513 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $4,550.8 പെർ ഔൺസ് ആയിരുന്നു സ്പോട്ട് ഗോൾഡ് ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞ വെള്ളിയാഴ്ച. പക്ഷേ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത് $4,533 പെർ ഔൺസിനാണ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $4,513 പെർ ഔൺസിനാണ്. അതേസമയം സിൽവർ ഇന്ന് മോർണിംഗിലും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $83.93 പെർ ഔൺസ് ആണ് സ്പോട്ട് സിൽവർ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ ഇന്ന് മോർണിംഗിൽ. അതിനുശേഷം ഹ്യൂജ് വൊളാറ്റിലിറ്റിയാണ് സിൽവർ പ്രൈസിൻ്റെ കാര്യത്തിൽ ഇന്ന് മോർണിംഗിൽ കാണുന്നത്. $74.95 പെർ ഔൺസ് വരെയൊക്കെ സ്പോട്ട് സിൽവർ താഴെ വന്നിരുന്നു. രാവിലെ 8:15 ട്രേഡ് ചെയ്യുന്നത് $78.5 പെർ ഔൺസിനാണ്. സിൽവറിൻ്റെ കാര്യത്തിൽ വലിയ വൊളാറ്റിലിറ്റിയാണ് നമ്മൾ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഗോൾഡ് സിൽവർ റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ 53ലേക്ക് താന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ലോങ് ടൈം ആവറേജിനടുത്ത് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സിൽവർ ഫ്യൂച്ചേഴ്സിൻ്റെയും ഗോൾഡ് ഫ്യൂച്ചേഴ്സിൻ്റെയും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് RSI നോക്കുകയാണെങ്കിൽ 94.5 ലെവലിലാണ്, റെക്കോർഡ് ഹൈയിലാണ്. തീർച്ചയായിട്ടും ഇതൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും എന്നുള്ളൊരു ഇൻഡിക്കേറ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡിലും സിൽവറിലും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി കാണാൻ സാധിക്കും. അതേസമയം കോപ്പർ ഇന്ന് വീണ്ടും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $12,953 പെർ 10 ആണ് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. അതോടൊപ്പം തന്നെ ഇന്ന് അമേരിക്കൻ മാർക്കറ്റിലെ കോമെക്സിലും ഫ്യൂച്ചേഴ്സ് റെക്കോർഡ് ഹൈനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ 2026 ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു കമോഡിറ്റീസ് കോപ്പറാണ്. അതുകൊണ്ട് തന്നെ കോപ്പർ റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് ബെറ്റർ ഡേയ്സ് ആണ് ഹെഡ്. അതോടൊപ്പം തന്നെ സിങ്ക്, അലുമിനിയം ഈ കമോഡിറ്റികളും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ $60.62 പെർ ബാരലിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. റഷ്യയും യുക്രൈനും തമ്മിൽ ഒരു സെറ്റിൽമെൻറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. അതേസമയം ചൈനയിൽ വലിയ രീതിയിൽ സ്റ്റിമുലസ് മെഷേഴ്സൊക്കെ അനൗൺസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ചൈനീസ് ഡിമാൻഡ് കൂടാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ളൊരവസരത്തിൽ തീർച്ചയായിട്ടും ചെറിയ ഒരു പോസിറ്റീവ് റിയാക്ഷനൊക്കെ ക്രൂഡ് ഓയിൽ പ്രൈസിൽ കണ്ടേക്കാം. എന്നിരുന്നാലും ഓവറോൾ 2026 ക്രൂഡ് ഓയിൽ താഴെ വരുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. ഇതാണ് ഇന്ന് മോർണിംഗിലത്തെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കലണ്ടർ ഇയറിൻ്റെ എൻഡാണ് ഈ ബുധനാഴ്ച, വരുന്ന ബുധനാഴ്ച. മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകൾക്കും ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് വരുന്നത് കലണ്ടർ ഇയർ ഉണ്ടായ ഡിസംബർ 31 അതിനുശേഷം ജനുവരി 1 മെജോറിറ്റി ഗ്ലോബൽ മാർക്കറ്റുകൾക്കും ഹോളിഡേ ആണ്. ഇന്ത്യൻ മാർക്കറ്റ് വർക്കിംഗ് ആണ് ജനുവരി 1. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ പൊതുവെ ഒരു സ്ലഗ്ഗിഷ് സിറ്റുവേഷൻ ആയിരിക്കാം മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലെല്ലാം കാണാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മൈനർ പോസിറ്റീവ് ഓപ്പണിങ്, അതുപോലെ തന്നെ പോസിറ്റീവ് ബയാസും തന്നെയാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ SME സെഗ്മെൻറ്റിൽ ഓപ്പൺ ആയിട്ടുള്ള E2E ട്രാൻസ്പോർട്ടേഷൻ ആദ്യത്തെ ദിവസം 7.42 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. വീണ്ടും നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഇന്നും നാളെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. നാളെ ക്ലോസ് ചെയ്യും. ഹ്യൂജ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നേക്കാം. നല്ല ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ് E2E ട്രാൻസ്പോർട്ടേഷൻ. അതോടൊപ്പം ഡിസംബർ 31 ആരംഭിക്കുന്ന IPO ഉണ്ട് മോഡേൺ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് റിസർച്ച് സെൻറ്റർ ലിമിറ്റഡ്.
ഇത് ഡിസംബർ 31 ആരംഭിച്ച് ജനുവരി 2 ക്ലോസ് ചെയ്യുന്നത്. 3200 മിനിമം ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യേണ്ടത്. 1600 ഒരു ലോട്ട് വരുന്നത്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. 90 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. BSc SMEയിലുള്ളൊരു IPO ആണ്. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ലൊരു IPO ആണ്. മോഡറേറ്റ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPO ആണ്. അപ്പോൾ ഈ 2 SME IPOs ആണ് ഈ ആഴ്ചയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. റിസ്ക് എടുത്ത് SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന IPOs ആണ്. SME IPOs ആണ് ഈ 2 IPOസും. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ ഫേമസ് ഇൻവെസ്റ്റർ രമേശ് ദമാനി ജോൺ കോക്കറലിൽ 13 കോടി രൂപയുടെ സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ജോൺ കോക്കറലിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ജോൺ കോക്കറലിൻ്റെ പ്രൊമോട്ടേഴ്സാണ് ഈ സ്റ്റേക്ക് വിട്ടിരിക്കുന്നത്. ബെൽജിയം ബേസ്ഡ് MNC കമ്പനിയാണ്. ഡിഫൻസ് സ്റ്റീൽ സെക്ടർ ഈ രംഗത്തൊക്കെയാണ് ജോൺ കോക്കറലിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ് ജോൺ കോക്കറലിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ കൊഫോർജ് ലിമിറ്റഡ് US ബേസ്ഡ് ഒരു AI സർവീസസ് കമ്പനീനെയും കൂടി അക്വയർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതും കൊഫോർജിനെ സംബന്ധിച്ച് ലോങ് റണ്ണിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഒപ്പം നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ ആംബർ എൻ്റർപ്രൈസസിൽ നല്ല രീതിയിലുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് രംഗത്തുള്ള കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആംബർ എൻ്റർപ്രൈസസ് ഒരു ഡൈവേഴ്സിഫൈഡ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് കമ്പനിയാണ്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. ഒപ്പം ഗവൺമെൻറ് വീണ്ടും ഷിപ്പിംഗ് റിലേറ്റഡ് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഷിപ്പ് ബിൽഡിംഗ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് കൊച്ചിൻ ഷിപ്പ് യാർഡ്, മസഗൺ ഡോക്ക്, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, അതോടൊപ്പം തന്നെ ടിറ്റാഗറ റെയിൽവേ സിസ്റ്റം, ഒപ്പം സ്വാൻ ഡിഫൻസ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. റെയിൽവേ ബഡ്ജറ്റിൽ സേഫ്റ്റിക്ക് വലിയ രീതിയിലുള്ള അലോക്കേഷൻ ഉണ്ടാവും. റെയിൽവേ ബഡ്ജറ്റ് യൂണിയൻ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അലോക്കേഷൻ കവച് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റീസെൻ്റായിട്ട് കവച് സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള ടാറ്റ എലക്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. കവചിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ 2025 വളരെ സ്ലോ ആയിരുന്നു. 2026 വലിയ അഗ്രസീവായിട്ട് എക്സ്പാൻഷൻ ഉണ്ടാകുമെന്ന് തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും കവച് രംഗത്തുള്ള HBL എഞ്ചിനീയറിംഗ്, കെർണൽസ് മൈക്രോ സിസ്റ്റം, കോൺകോർഡ് കൺട്രോൾ, അതുപോലെ തന്നെ ടാറ്റ എലക്സി കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസാണ്. സോളാർ വേൾഡ് എനർജി സൊല്യൂഷൻസ് ലിമിറ്റഡ് റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അവരുടെ ഓർഡർ ബുക്ക് വലിയ രീതിയിലാണ് വളർന്നിട്ടുള്ള. 1755 കോടി രൂപയായിരുന്നു കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ ഓർഡർ ബുക്ക്. കഴിഞ്ഞ ആഴ്ചയിൽ അത് 4754.73 കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. ഈ മാസം ഡിസംബർ മാസത്തിൽ 2 ബിഗ് ഓർഡേഴ്സാണ് ഈ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. സോളാർ EPC രംഗത്തുള്ളൊരു കമ്പനിയാണ്. നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. അതോടൊപ്പം ദിലീപ് ബിൽഡ്കോൺ കഴിഞ്ഞ വെള്ളിയാഴ്ച 2 ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. വലിയ ഓർഡേഴ്സാണ്. 1850 കോടി രൂപയുടെ ഒരു ഓർഡർ, അതുപോലെ തന്നെ 3400 കോടി രൂപയുടെ ഒരു ഓർഡർ, 5000 കോടിയിലധികം വാല്യൂ ഉള്ള ഓർഡേഴ്സാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ധാരാളം ഓർഡേഴ്സ് ബാഗ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ദിലീപ് ബിൽഡ്കോൺ. ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കും ഇത്രയ്ക്കും ഓർഡർ ബാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ദിലീപ് ബിൽഡ്കോൺ ഒന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. അതോടൊപ്പം തന്നെ കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ അണ്ടറിൽ 8 കമ്പനികളുണ്ട്, സബ്സിഡിയറി കമ്പനികളുണ്ട്. ഈ 8 സബ്സിഡിയറി കമ്പനികളുടെയും IPOs 2030 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നുള്ളൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കോൾ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മാർച്ച് 2026 മുമ്പ് ഭാരത് കോക്കിംഗ് കോൾ ലിമിറ്റഡ്, അതുപോലെ തന്നെ സെൻട്രൽ മൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റഡ്, ഈ 2 സബ്സിഡിയറികളുടെ IPO കംപ്ലീറ്റഡ് ആവുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. വിക്രാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആഴ്ചയിൽ ധാരാളം ഓർഡേഴ്സ് ബാഗ് ചെയ്തിരുന്നു. വീണ്ടും ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. വിക്രാൻ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഈ വർഷം ഓഗസ്റ്റിലെ ആണ് വിക്രാൻ എഞ്ചിനീയറിംഗിൻ്റെ IPO വന്നിരുന്നത്. 97 രൂപയായിരുന്നു IPO പ്രൈസ്. അതിനുശേഷം താഴെ പോയിരുന്നു. പക്ഷേ ഇപ്പം 100 മുകളിലാണ്. വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. 1 രൂപയാണ് ഇനി ഫേസ് വാല്യൂ വരുന്നത്.
അതോടൊപ്പം തന്നെ GRS റോൾസ് റോയ്സിൻ്റെ ഒരു JV ഉണ്ട്. ഷിപ്പുകളിലേക്ക് യൂസ് ചെയ്യുന്ന ഡീസൽ എൻജിൻസൊക്കെ നിർമ്മിക്കാനായിട്ട് റോൾസ് റോയ്സ് ഇന്ത്യനെ ഹോം മാർക്കറ്റായിട്ട് മാറ്റാൻ പോവുകയാണ്. ഇപ്പോൾ ജർമ്മനി, US, UK ഒക്കെയാണ് റോൾസ് റോയ്സിൻ്റെ ഹോം മാർക്കറ്റായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ വെറൈറ്റി പ്രോഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒരുക്കുകയാണ്. തീർച്ചയായിട്ടും GRSനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. അതിന് പുറമെ മറ്റ് കമ്പനികളായിട്ട് വീണ്ടും വലിയ JVകളൊക്കെ റോൾസ് റോയ്സ് അനൗൺസ് ചെയ്തേക്കാം. ചൈന വലിയ രീതിയിലുള്ള സ്റ്റിമുലസ് മെഷേഴ്സ് അനൗൺസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും മെറ്റൽ സെക്ടറിന് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. NACL ഇൻഡസ്ട്രീസ് റീസെൻ്റായിട്ട് മുരുഗപ്പ ഗ്രൂപ്പ് അക്വയർ ചെയ്തൊരു കമ്പനിയായിരുന്നു. ബോർഡ് മീറ്റിംഗ് ഉണ്ട്. ഡിസംബർ 31 റൈറ്റ്സ് ഇഷ്യൂ പ്ലാൻ ചെയ്യുന്നുണ്ട്. വേദാന്തയ്ക്ക് ക്രിട്ടിക്കൽ മിനറൽസ് ഓപ്ഷൻ്റെ ഭാഗമായിട്ട് ഡെപ്പോ ഗ്രാനൈറ്റ് വനേഡിയം ബ്ലോക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ കോപ്പർ പ്രൈസ്, അലുമിനിയം പ്രൈസൊക്കെ മുന്നേറാണ്. വേദാന്തനെ സംബന്ധിച്ച് ഇതും പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ സിൽവർ പ്രൈസും മുന്നേറാണ്. അതും പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് വേദാന്തനെയും ഹിന്ദുസ്ഥാൻ സിങ്കിനെയൊക്കെ. ഒപ്പം ഡീമർജർ റെക്കോർഡ് ഡേറ്റ് അടുത്ത ദിവസങ്ങളിലൊക്കെ അനൗൺസ്മെൻറ്റ് വന്നേക്കാം. അപ്പോൾ ഓവറോൾ വേദാന്തനെ സംബന്ധിച്ച് നല്ല ഡേയ്സാണ് ഹെഡ്. സ്റ്റൈലം ഇൻഡസ്ട്രീസ് നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു. ഒരു ജാപ്പനീസ് കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഓഫർ വന്നിട്ടുണ്ട്. 2250 രൂപ പെർ ഷെയറാണ്. റെയിൽ ടെൽ 19.8 കോടി രൂപ ഓർഡർ, ഡാറ്റാ സെൻറ്റർ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്നാണ്. അവാൻഡൽ 4.2 കോടി രൂപ ഡിഫൻസ് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് പവർ 66 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. കേബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഓർഡറാണ്. ഇനി നമ്മൾ പ്രൊമോട്ടർ ബൈയിങ് ന്യൂസ് നോക്കുകയാണെങ്കിൽ സംഘം ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ആശാപുര, മൈൻകം, DB കോർപ്പ് ഈ കമ്പനികളിലാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. ഈ NBCCനെ സംബന്ധിച്ച് ഡൽഹി ഗവൺമെൻറ് ആയിട്ടൊരു ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു. 42.46 ഏക്കർ ലാൻഡ് സംബന്ധിച്ച ഡിസ്പ്യൂട്ടായിരുന്നു. അതിനൊരു സെറ്റിൽമെൻറ്റ് വന്നിട്ടുണ്ട്. 21.23 ഏക്കർ ലാൻഡ് NBCCയിലേക്ക് ലഭിക്കും. 8000 കോടി വർത്ത് രൂപയ്ക്കുള്ള ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റീസിൽ ഇതിന് നടത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും NBCCനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റീസെൻ്റായിട്ട് ധാരാളം പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുള്ളൊരു കമ്പനിയാണ്. ഒരു PSU കൺസ്ട്രക്ഷൻ ജയൻ്റാണ് NBCC. റീസെൻ്റായിട്ട് UAEയിലേക്കും കൂടി എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ NBCC ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ MSCI വേൾഡ് ഇൻഡെക്സ് ഇന്ന് മോർണിംഗിൽ വീണ്ടും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം മൈനിങ് സ്റ്റോക്കുകൾ ഏഷ്യൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ മുന്നേറാണ്. കോപ്പർ പ്രൈസ് വലിയ രീതിയിൽ മുന്നേറിയതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മൈനിങ് സ്റ്റോക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ ചൈനീസ് ഗവൺമെൻറ് സ്റ്റിമുലസ് മെഷേഴ്സ് അനൗൺസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നും ഗ്ലോബൽ മാർക്കറ്റുകളിൽ, പ്രത്യേകിച്ച് ചൈനീസ് ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെയുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മളെ സംബന്ധിച്ചും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓവറോൾ ഇന്ന് നമ്മളൊരു മൈനർ പോസിറ്റീവ് ഓപ്പണിങ്ങും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ബയാസും സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസാണ് നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. സിൽവറിൽ നല്ല രീതിയിൽ വൊളാറ്റിലിറ്റി വീണ്ടും കാണാൻ സാധിക്കും. കാരണം ഗോൾഡ് സിൽവർ റേഷ്യോ ലോങ് ടൈം ആവറേജിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ഗെയിൻ നോക്കുകയാണെങ്കിൽ 170% ഗെയിൻ നേടിയിട്ടുള്ള സിൽവറിൻ്റെ കാര്യത്തിൽ. ഒരുപക്ഷെ 2026 കോപ്പർ ആയിരിക്കാം ഇത്തരത്തിലുള്ള വലിയ ഗെയിൻ നൽകാൻ പോകുന്ന ഒരു കമ്മോഡിറ്റി. ഗോൾഡ് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ മോഡിന് ശേഷം മുന്നേറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. എന്നിരുന്നാലും ഓവറോൾ നമുക്ക് സിൽവറിൻ്റെ കാര്യത്തിലൊരു വൊളാറ്റിലിറ്റിയും എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്ന് അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റിയാണ് ഇന്ന് സിൽവറിൻ്റെ കാര്യത്തിൽ കാണുന്നത്. ലോങ് ടൈം ട്രെൻഡ് ഇൻഡാക്റ്റ് തന്നെയാണ് സിൽവറും ഗോൾഡും കോപ്പറും അലുമിനിയം, സിങ്ക് ഈ കമ്മോഡിറ്റികളൊക്കെ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. SMEയിൽ IPO അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് E2E ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിസംബർ 31 വരുന്ന മോഡേൺ ഡയഗ്നോസ്റ്റിക് ആൻഡ് റിസർച്ച് സെൻറ്ററും ഉണ്ട്. അപ്പോൾ ഈ 2 SME IPOസിലും ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.